ഹലോ ഗായ്സ്, എല്ലാവർക്കും നന്ദൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വാനില സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയുള്ള സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യിക്കുക. ലെറ്റ്സ് ഗോ ഗായ്സ്. ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പിഞ്ച് ഓഫ് സാൾട്ടും കൂടെ ഇട്ട് 3 പ്രാവശ്യം സ്കിപ്പ് ചെയ്യാതെ അരിച്ചെടുക്കുക. മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഷുഗർ ബ്ലെൻഡ് ചെയ്ത് പൗഡർ ഷുഗറാക്കി മാറ്റി വയ്ക്കുക. ഇനി അടുത്തൊരു വലിയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇലക്ട്രിക് ബീറ്ററോ മിക്സി ഗ്രൈൻഡറോ മിക്സറോ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡർഡ് ഷുഗർ 1/2 കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ചൂടോടെ നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗായ്സ്, ഞാൻ നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് നല്ല കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കുക. യെല്ലോ കളർ ഇട്ടാൻ വേണ്ടിയാണ് ഞാൻ ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റ് പ്രീ. ഇനി നമ്മുടെ കുറച്ച് കാഷ്യൂനട്ട്സ് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് മൈദ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കാഷ്യൂനട്ട്സിൽ മൈദ ഇട്ട് കൊടുക്കുന്നത് ആ കാഷ്യൂനട്ട്സ് എല്ലാം അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയാണ്. മൈദ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മേളിൽ തന്നെ കിടക്കും. ഇനി അടുത്ത് നമ്മുടെ ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്ററിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ ട്രേ ഇറക്കി വെച്ച് എടുക്കുക. എന്നിട്ട് ഒരു 25 തൊട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഇപ്പം നേരെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ട്രേ മാറ്റി കൊടുക്കാം. നമ്മുടെ ട്രേ ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി നല്ല ടേസ്റ്റിയുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, കണ്ടില്ല, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ്. ഓക്കെ, നമ്മുടെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് അടിപൊളി ടേസ്റ്റാണ്. വാലിട്ടല്ല അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത്രയും നല്ല വാനില സ്പോഞ്ച് കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചില്ല. അത്രയ്ക്ക് നല്ല കേക്കാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.